എത്ര വലിയ വിഷമമുണ്ടെങ്കിലും, എത്ര വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിലും, സഹിക്കാൻ കഴിയാത്ത വിഷമങ്ങളുണ്ടെങ്കിലും, പ്രിയപ്പെട്ടവരെ, അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ മഹദിയായ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള സൂറത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വരുന്നത്. ഏതാണ് ആ സൂറത്ത് എന്ന് നമുക്ക് പഠിക്കാം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പലപ്പോഴും പിണക്കങ്ങൾ ഉണ്ടാകാറുണ്ട്, അല്ലേ? ആ പിണക്കങ്ങൾ അതിരുവിടുമ്പോഴാണ് വലിയ വിഷയങ്ങൾ ഉണ്ടാകാറുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ പിണക്കങ്ങൾ അതിരുവിടാതെ നല്ല സ്നേഹത്തോടെ ഇമ്പമുള്ള ജീവിതം നയിക്കാൻ, ഇണക്കത്തോടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ, പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടിയിട്ടുള്ള ടിപ്സ്, അതിനു വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക, വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദുആ ചെയ്യുന്നവരാണ്, പക്ഷെ അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല, ഇജാബത്തുണ്ടോ എന്ന് നമുക്കറിയില്ല, അള്ളാഹു ആ ദുആ നമ്മിൽ നിന്ന് ഏറ്റെടുക്കുന്നുണ്ടോ എന്നറിയില്ല. ഒരുപാട് ആവശ്യങ്ങൾ റബ്ബിനോട് പലപ്പോഴായിട്ട് പറയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ പറയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ സ്വീകരിച്ച് അതിനകത്ത് നമ്മൾ ചോദിക്കുന്ന ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരണമെന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന പുണ്യമാക്കപ്പെട്ട ഒരു സൂറത്ത് ഇൻഷാ അല്ലാഹ് വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൈറിന്റെ അഹ്ലുകാരിൽ നമ്മളെയൊക്കെയും ഉൾപ്പെടുത്തി സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി റബ്ബിനോട് എപ്പോഴും ദുആ രക്കുന്നു. അല്ലാഹു അങ്ങനെയുള്ള ജീവിതം നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നമുക്കൊക്കെയും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, പുരുഷന്മാർക്കും ഉപകാരമാണ്, എന്നാലും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന പുണ്യമാക്കപ്പെട്ട ഒരു സൂറത്തിനെയാണ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത്. സ്ത്രീകളുടെ ജീവിതത്തിലുള്ള ഏതു പ്രശ്നവും പരിഹരിക്കാൻ ഈ പുണ്യമാക്കപ്പെട്ട സൂറത്ത് ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു തആല എന്ത് ചെയ്യും? ആ പ്രശ്നം പരിഹരിച്ചു തരും എന്നുള്ളതാണ്. മഹദിയായ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് നമുക്കറിയാം. വളരെ വലിയ മഹദിയാണ്, അള്ളാഹുവിൻ്റെ വലിയത്തുകളിൽപ്പെട്ട മഹദിയാണ് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ. ഈ നഫീസ ബീവി ഒരു ദിവസം കഅബയിലേക്ക് ചെല്ലാണ്. അവിടത്തേക്ക് ചെന്ന് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പല ആവശ്യങ്ങളും ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ ഏറ്റവും വലിയ അഭിലാഷമായിട്ടുള്ള ഒരു ആഗ്രഹം നഫീസ ബീവി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യാണ്? കഅബാലയത്തിൽ പിടിച്ചു പൊട്ടിക്കരഞ്ഞിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. എന്താണ് ദുആ എന്നറിയോ? അള്ളാഹുവേ, പടച്ചവനെ, ഈ കഅബാലയം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിപ്പെട്ടിട്ടുള്ള മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖബറൊന്ന് എനിക്ക് സിയാറത്ത് ചെയ്യണമെന്ന് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ എന്ത് ചെയ്യാണ്? അള്ളാഹുവിനോട് ദുആരക്കാൻ. അള്ളാഹു ആ ദുആ സ്വീകരിച്ചു. മഹദി അവர்கள் സിയാറത്തിനെത്തുകയും ചെയ്തു. മഹാനായ ഇസ്ഹാഖ് ഇബ്നു മുഅത്തബ് റളിയല്ലാഹു അൻഹു ഭർത്താവും മഹദിയായ ഭാര്യയായ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയും കൂടി എന്ത് ചെയ്യുന്നു? ഖബർ സിയാറത്തിന് ചെല്ലുന്നു. അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്യാണ്. ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് സിയാറത്ത് ചെയ്ത് ദുആ ചെയ്യുന്നു. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ അവിടെ നിന്നുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. പരമാവധി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരെടുത്ത് പറഞ്ഞ ഖുർആനിലെ ആയാത്തുകൾ എടുത്ത് വെച്ചിട്ടാണ് ഓതി ദുആ രക്കുന്നത്. സൂറത്ത് ഇബ്രാഹിം അടക്കം അതുപോലുള്ള ഓരോ ആയത്തുകളും എടുത്ത് വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട് മഹദി അവറുകൾ. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു തിരികെ പോകാൻ നേരത്ത് വനാദ മുനാദിൻ മിൻ ഖിബലിൽ ഖബർ, ആ ഖബറിന്റെ ഭാഗത്ത് നിന്ന് ഒരു അശരീരി കേൾക്കുന്നു, ഒരു വിളിയാളം കേൾക്കുന്നു. ആരാണെന്നറിയോ? അത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. മോളെ, പോകരുതേ, ഞാൻ നിനക്ക് 2 ഉപദേശം തരാം. നഫീസ റളിയല്ലാഹു അൻഹയോട് 2 ഉപദേശം തരാമെന്ന് മഹാനവറുകൾ പറഞ്ഞു കൊടുത്ത ഒരു ഉപദേശം ഈ പറയാൻ പോകുന്ന സൂറത്താണ്. എന്താണെന്നറിയോ? ഒന്നാമത്തെ ഉപദേശം കൊടുത്തത്, അത് എന്ത് പ്രതിസന്ധി വന്നാലും, ജീവിതത്തിൽ എന്ത് വന്നാലും, നീ എല്ലാ ദിവസവും ഒരു സൂറത്തിനെ മുറുകെ പിടിക്കണം. ആ സൂറത്തിനെ നീ
ഒഴിവാക്കാൻ പാടില്ല. ഏതാണ് ആ സൂറത്ത് എന്നറിയോ? സൂറത്തുൽ മുസമ്മിലാണ്. സൂറത്തുൽ മുസമ്മിലിൻ്റെ 6 നേട്ടങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വീഡിയോയിൽ പ്രധാനമായി നമ്മൾ പറയുന്നത്. 6 വമ്പൻ പ്രതിഫലങ്ങൾ ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. ഒന്നാമത്തെ പ്രതിഫലം പറയുന്നതിന് മുമ്പായിട്ട്, ഈ സൂറത്ത് അവതീർണമായ സമയം നമുക്കറിയാം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നുബുവത്തിൻ്റെ വിഹ്വലനായ രൂപത്തിൽ കിടന്നുറങ്ങിയപ്പോൾ പേടിച്ച് വിറച്ചുകൊണ്ട് തൻ്റെ വീട്ടിൻ്റെ അകത്തിരിക്കുന്ന ആ ഒരു സമയത്ത്, വല്ലാത്ത പേടിയിൽ കിടക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, മഹദിയായ സയ്യിദത്തുന ഖദീജ ബി റളിയല്ലാഹു അൻഹയോട് മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, സമ്മിലൂനി ഖദീജ, എന്നെ പുതപ്പിട്ടൊന്ന് മൂടിത്തരൂ. അതിനുശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങുന്നുണ്ട്, സൂറത്ത് ഇറങ്ങുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുസമ്മിൽ, അല്ലയോ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനെ എഴുന്നേൽക്കുക, അള്ളാഹുവിന് സുജൂദ് ചെയ്യുക എന്നർത്ഥം വരുന്ന പുണ്യമാക്കപ്പെട്ട സൂറത്തുൽ മുസമ്മിൽ അവതീർണമായി. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ 6 വമ്പൻ മഹത്വങ്ങൾ. ഒന്നാമത്തെ മഹത്വം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? പലതരത്തിലുള്ള പ്രയാസങ്ങളാണ് നമുക്കുള്ളത്. ഡയാലിസിസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ക്യാൻസർ കൊണ്ട്, ട്യൂമർ വന്ന് അസുഖങ്ങൾ ബാധിച്ചുകൊണ്ട് കിടന്ന് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അങ്ങനെ അടങ്ങുന്ന ഒരുപാട് പ്രയാസങ്ങൾ, കടം കൊണ്ട്, ലോണ് കൊണ്ട്, ജപ്തിയുടെ വക്കിൽ നിൽക്കുന്നവർ, അതുപോലെയുള്ള ധാരാളം പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വളരെയേറെ ഉപകാരമാണ്. പ്രധാനമായും വളരെ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാ പ്രയാസങ്ങളും മാറ്റും. പ്രിയപ്പെട്ടവരെ, ഈ സൂറത്തിനെ എല്ലാ ദിവസവും മുടങ്ങാതെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ഓതിയാൽ മതി എല്ലാ ദിവസവും. അള്ളാഹു മുടക്കാതെ ജീവിതത്തിൽ എന്നെന്നും നിലനിർത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും പ്രിയപ്പെട്ടവരെ, എല്ലാ വിഷമങ്ങളും മാറും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ നേട്ടമെന്ന് പറയുന്നത്, ഈ സൂറത്ത് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഹബീബായ ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ ഖൽബ് നിറച്ച് അള്ളാഹു തരും എന്നുള്ളതാണ്. അവിടത്തേക്കുള്ള മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു തരും. മുത്തുനബിയെ വാനോളം സ്നേഹിക്കാൻ നമുക്ക് കഴിയും. അതാണ് രണ്ടാമത്തെ പ്രതിഫലം. മൂന്നാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത്, ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ഇണക്കവും പിണക്കവും ഉണ്ടാകാറുണ്ട് അല്ലേ? പക്ഷേ ഇതിൽ ഭാര്യ ഭർത്താവിൻ്റെ ബന്ധത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹം വർദ്ധിക്കാൻ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഹുബ്ബ് മവദ്ദത്ത് വർദ്ധിക്കാൻ കാരണമാകും ഈ സൂറത്തിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ. സ്നേഹം കൊണ്ട് നടമാടും. ഭാര്യയ്ക്ക് വല്ലാത്ത സ്നേഹമാകും ഭർത്താവിനോട്, ഭർത്താവിന് വല്ലാത്ത സ്നേഹമാകും ഭാര്യയോട്. അള്ളാഹു നിലനിർത്താൻ നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള സ്നേഹം വേണോ? എന്തെല്ലാമാണ് ഇന്ന് കാണുന്നത് അല്ലേ? വിശദീകരിക്കാൻ സമയമില്ല. അപ്പോൾ അവരുടെ ഇടയിലുള്ള മഹബ്ബത്ത് വർദ്ധിക്കാൻ, മവദ്ദത്ത് വർദ്ധിക്കാൻ ഈ സൂറത്തിനെ മുറുകെ പിടിച്ചാൽ മതിയാകുന്നതാണ്. നാലാമത്തെ നേട്ടം എന്ന് പറയുന്നത്, സൂറത്തുൽ മുസമ്മിൽ ഓതിയിട്ട് മരണപ്പെട്ടു പോയവർക്ക് ഹദിയ ചെയ്തു കൊടുത്താൽ അവർക്ക് ഖബറിൻ്റെ അകത്ത് വലിയ കാവലാണ്. ആ ഖബറിൻ്റെ അകത്ത് രക്ഷപ്പെടാൻ അത് മതി. പ്രിയപ്പെട്ടവരെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരാകാം, നമ്മുടെ ബന്ധുമിത്രാദികൾ, ഉറ്റകൂട്ടങ്ങൾ മരണപ്പെട്ടു പോയവരാകാം. അവർക്കൊക്കെയും ഇത് ഓതിയിട്ട് ഹദിയ ചെയ്യുക. അള്ളാഹു വലിയ പ്രതിഫലത്തിൽ നമുക്ക് ആ ഖബറിൽ കിടക്കുന്നവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഞ്ചാമത്തെ നേട്ടം, ഇത് ഓതിയിട്ട് ഏത് സമയത്താണെങ്കിലും ഓതിയാൽ മതി. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറയുന്ന ദിക്ർ ഈ സൂറത്ത് ഓതിയതിനു ശേഷം ഹസ്ബുനല്ലാഹ് 11 പ്രാവശ്യം ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഏതാഗ്രഹം പറഞ്ഞാലും അള്ളാഹു ഉടനടി സ്വീകരിക്കും. ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരും. പ്രിയപ്പെട്ടവർ, അത്ര എഫക്റ്റീവായിട്ടുള്ള പുണ്യമാക്കപ്പെട്ട സൂറത്താണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ തഹജ്ജുദിന് ശേഷമാണ്. കഴിഞ്ഞില്ലെങ്കിൽ ദിവസത്തിൽ ഏത് സമയത്ത് നമുക്ക് എപ്പോഴാണോ ഓതിയിട്ട് ദുആ ചെയ്യാൻ പറ്റുന്നത് അപ്പോഴോതിയാലും മതി. സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്തതിനു ശേഷം 11 പ്രാവശ്യം ഹസ്ബുനല്ലാഹ് ഓതി ദുആ ചെയ്യാം. ആറാമത്തെ കാര്യം, ഈമാൻ വർദ്ധിക്കുമെന്നുള്ളതാണ്. ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു തൗഫീഖ് തരും. പ്രിയപ്പെട്ടവരെ, ഈ സൂറത്തുൽ മുസമ്മിൽ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെന്നും അള്ളാഹു സന്തോഷം കൊണ്ട് നിലനിർത്തും. ഏതായാലും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഇതുപോലെ 10 മിനിറ്റ് മതിയല്ലോ നമുക്ക് നല്ല ഒരു അറിവ് കിട്ടാൻ. ഓരോ ദിവസവും ഓരോ അറിവുകൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. പ്രിയപ്പെട്ടവരെ, ഉപകാരപ്പെട്ടു ഉസ്താദ് എന്ന് അറിയിക്കുക. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്.
അള്ളാഹു ജീവിതത്തിൽ ഈ പറയുന്ന അമലുകളും ഇൽമുകളും ഒക്കെ കൊണ്ടുവരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.